CPM നേതാവ് ശ്രീ എളമരം കരീം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലമാണ്. LDFനെ സംബന്ധിച്ച് എങ്ങനെയാണ് പ്രതീക്ഷകൾ, തയ്യാറെടുപ്പുകൾ? LDF നല്ല പ്രതീക്ഷയിലാണ്. 2016-ലും 2021-ലും LDF ആണ് ഈ മണ്ഡലം ജയിച്ചത്. പിന്നീട് LDF ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, LDF ഗവൺമെൻറ് നടത്തുന്ന മുന്നേറ്റങ്ങൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് വിജയമല്ലാത്ത യാതൊന്നും LDF പ്രതീക്ഷിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഒരു സർക്കാരിൻ്റെ വിലയിരുത്തലായി മാറുമോ? അത് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അങ്ങനെ തന്നെയല്ലേ വരുന്നത്. സർക്കാരിന് ആത്മവിശ്വാസമുണ്ട്, ജനങ്ങൾ LDFനോടൊപ്പം നിൽക്കുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഭയപ്പാടുമില്ല. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കൊക്കെ CPM കടന്നിട്ടുണ്ടോ? CPM ആണ് ഇവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഒരു ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുവരെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളൊരു ചർച്ചയിൽ ആരംഭിച്ചിട്ടില്ല. താമസിയാതെ അതിലേക്കാണ്. PV അൻവർ ഉയർത്തുന്ന ഒരു വെല്ലുവിളി പാർട്ടിയെ സംബന്ധിച്ച് അതെങ്ങനെയാണ് പാർട്ടി വിലയിരുത്തുന്നത്? അൻവർ 2 തവണ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയിൽ നിന്ന് വിജയിച്ചു വന്ന് രാജിവെച്ചിപ്പോൾ ഇടതുപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുകയാണ്, പിണറായി വിജയൻ ഉൾപ്പെടെ. അദ്ദേഹം 2 തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരാൾ എന്ന നിലയിൽ CPMമായി അല്ലെങ്കിൽ LDFുമായി ബന്ധം പുലർത്തി പോകുമ്പോൾ ഈ നിയോജകമണ്ഡലത്തിലെ CPIM മെമ്പർമാരിൽ ഒരാളെ പോലും കൂടെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്രമാത്രം ഒറ്റപ്പെട്ടു എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ പാർട്ടി എന്ന ഭദ്രമായ ആ കോട്ടയെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. അത് ഈ മണ്ഡലത്തിൻ്റെ ഒരു സ്ഥിതി അതാണ്. നിങ്ങൾ CPIM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അനുകൂലിച്ച് അതിൻ്റെ നയങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജീവൻ നൽകിയും വിജയിപ്പിക്കാൻ പാർട്ടിക്കാരുണ്ടാവും. വിട പറഞ്ഞാൽ അതോടുകൂടി അവസാനിച്ചു എല്ലാം. പിന്നെ പഴയ ചൈതന്യവും പഴയ പ്രതാപമൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയുള്ള ഒട്ടേറെ ആളുകൾ പാഠം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അൻവർ എന്ന് പറയുന്നൊരു പുതിയ പ്രശ്നമൊന്നും ഇല്ല. LDF എന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകും. മണ്ഡലത്തിൽ ഇത്തവണ ഒരു സ്വതന്ത്ര പരീക്ഷണം തന്നെയാവും, അങ്ങനെ പ്രതീക്ഷിക്കാമോ? അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഒന്നും സ്ഥാനാർത്ഥിയുടെ നിർണയത്തിലേക്ക് കടന്നിട്ടേ ഇല്ല. അത് അടുത്ത ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകും. CPMനെ സംബന്ധിച്ച് ഇത് അൻവറിൻ്റെ രാജിയോടുകൂടി ഉണ്ടായ ഒരു അനാവശ്യമായുള്ളൊരു തെരഞ്ഞെടുപ്പാണെന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ? അല്ല, അത് അയാൾ ചെയ്തത് അനാവശ്യ നടപടിയാണെന്നുള്ളത് ഉറപ്പല്ലേ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതല്ലേ. ഈ തെരഞ്ഞെടുപ്പ് വരുത്തി തീർത്തതാണ്. അത് മാത്രമല്ല, ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടാൻ ഒരു അവസരം കിട്ടുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഞങ്ങളതിനെ നന്നായിട്ട് ഉപയോഗിക്കും. അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടിയുടെ ഭാഗം കൂടിയാണ്. തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് UDFനെ പിന്തുണയ്ക്കുമെന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ്? അതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. തൃണമൂൽ കോൺഗ്രസിനൊന്നും കേരളത്തിൽ യാതൊരു സ്വാധീനവുമില്ല. അവർ ദേശീയ തലത്തിൽ അവരൊന്നുമല്ല. ഗോവയിൽ ഗവൺമെൻറ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് മത്സരിച്ചിട്ട് ഒരു ചുക്കും സംഭവിച്ചില്ല. അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായ BJP നേതാവിനെ കൊണ്ടുവന്ന് രാജ്യസഭ മെമ്പറാക്കുക പോലും ചെയ്തു. അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ പിന്നെ പുതുക്കി കൊടുത്തില്ല. കാരണം ആ പരീക്ഷണം പരാജയപ്പെട്ടു. ബംഗാളിൻ്റെ പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലൊരു അത്ഭുതവും തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ കഴിയില്ല. ഈ പാലക്കാടൊക്കെ കണ്ടത് കോൺഗ്രസിൽ അതൃപ്തിയുള്ള സ്ഥാനാർത്ഥി നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ വന്നതാണ്. സ്വതന്ത്ര പരീക്ഷണം പാലക്കാട് കണ്ടത്. നിലമ്പൂർ ഓൾറെഡി അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ ഇവിടെയും കോൺഗ്രസിൽ അസംതൃപ്തിയുള്ള ആളുകളെ സ്വീകരിക്കുമോ? അങ്ങനെയൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. കോൺഗ്രസ്സിലുള്ള അസംതൃപ്തർ ഒരുപാട് ആളുകളുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ജോലി അവർ ചെയ്തോളും. അപ്പോൾ അവരെ പാർട്ടി തന്നെ ചെയ്തോളൂ. കാരണം ഇത് അസാധാരണമായ ഒരു സംഭവമാണല്ലോ. ഒരു പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം സ്വന്തം നിലയിൽ കൺവെൻഷൻ വിളിച്ചു കൂട്ടി ആളുകളെ പിൻബലം നോക്കുകയല്ലേ. അങ്ങനെയുള്ള ആളുകളെ ആര് സ്വീകരിക്കും? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും വിഷമമല്ല, അല്ലെങ്കിൽ ആശങ്കയില്ല, തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഇടതുപക്ഷം വികസനം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ബൈപ്പാസിന് ഏറ്റവും അവസാനമായിട്ട് വീണ്ടും ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതിലൊരു വിമർശനം ആ പ്രദേശവാസികൾ പറയുന്നത് പ്രഖ്യാപനം തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല, നഷ്ടപരിഹാര തുക നിരവധി ആളുകൾക്ക് ലഭിക്കാത്തുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തവണത്തെ പ്രഖ്യാപനം ജനങ്ങൾക്ക് ആശ്വാസകരമായൊരു പ്രഖ്യാപനമാകുമോ? പദ്ധതി തുടങ്ങുമോ? തീർച്ചയായിട്ടും. കാരണം ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു പദ്ധതിയെ പ്രഖ്യാപിക്കുക. അതുകൊണ്ട് നിലമ്പൂർ ബൈപ്പാസ് എന്നത് യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പാണ്. ഇത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതല്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല ഇതിൻ്റെ ഫയൽ നീങ്ങുന്നത്. ആ ഫയലിൻ്റെ ഒരു ഓർഡർ നോക്കിയാൽ, അതിൻ്റെ ഒരു യാത്രാവഴി നോക്കിയാൽ നേരത്തെ തന്നെ ആരംഭിച്ച ഒരു പ്രക്രിയയുടെ തുടർച്ചയാണ്. അപ്പോൾ അതിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. തെരഞ്ഞെടുപ്പ് അതുമായിട്ട് ഒരു ബന്ധമില്ല.
CIT-യുടെ നേതാവ് എന്ന നിലയിൽ ചോദിക്കുന്നതാണ്. ഇപ്പോൾ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സഖാവ് കുഞ്ഞാലിയുടെ ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണ് കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് ഓൾറെഡി ഇടതുപക്ഷം ഭരിക്കുന്ന MLA ഉണ്ടായിരുന്നൊരു പ്രദേശം കൂടിയാണ്. ഇത്തവണത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പോൾ ഒരു അഭിമാന പോരാട്ടം കൂടിയായി മാറുന്നില്ലേ? സഖാവ് കുഞ്ഞാലി നേതൃത്വം നൽകിയ കാലത്ത് ഈ പ്രദേശത്തെ കുടികിടപ്പുകാർ, കൃഷിക്കാർ, തൊഴിലാളികൾ അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വെച്ചത്. 69-ലല്ലേ സഖാവ് രക്തസാക്ഷിത്വമാണ്. 69 ഞാനന്ന് മാവൂർ റയോൺസിലെ തൊഴിലാളി പ്രവർത്തനമായിട്ട് തുടങ്ങുന്ന കാലം, ചെറുപ്പമാണ്, വളരെ ചെറുപ്പമാണ്. ഞാൻ അദ്ദേഹം പരിക്കേറ്റ് ആശുപത്രി കിടക്കുമ്പോൾ കാണാൻ പോയിട്ടുണ്ട്. ഇന്നും എൻ്റെ ഓർമ്മയിലാണ് ആ കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അന്ന് കോൺഗ്രസിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കും അക്രമങ്ങൾക്കും എതിരായിട്ടാണ് ജീവിച്ചത്. കുഞ്ഞാലിയെ മനസ്സിൽ ഒരു തരിമ്പെങ്കിലും ഓർമ്മയുള്ളവർക്ക് കോൺഗ്രസിനോട് യോജിക്കാൻ കഴിയില്ല, കോൺഗ്രസിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിലും എക്കാലത്തും നിലമ്പൂരിലെ രാഷ്ട്രീയത്തിൻ്റെ ചൈതന്യം. കുഞ്ഞാലിയുടെ ഓർമ്മകൾ 1980-ൽ രാഷ്ട്രീയമായി LDF-ൻ്റെ ഭാഗമായി അന്ന് ആര്യാടനെ വിജയിപ്പിക്കാൻ ഞങ്ങളെല്ലാവരും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അന്ന് ജനങ്ങൾ പ്രകടിപ്പിച്ച വികാരം ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. ആ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മണ്ഡലം ആര്യാടനെ ജയിപ്പിച്ചു. അപ്പം രാഷ്ട്രീയമാണ് പാർട്ടിയെ ഏകോപിപ്പിച്ച് നിർത്തുന്നത്, ആവേശഭരിതരായി രംഗത്തിറക്കുന്നത്. അപ്പോൾ കുഞ്ഞാലിയുടെ ഓർമ്മകൾ ഈ മണ്ഡലത്തിൽ LDF-ന് അനുകൂലമായ തരംഗമുണ്ടാക്കും. അതേ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആര്യാടനെ വിജയിപ്പിച്ച ചരിത്രം നേരത്തെ MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതേ രാഷ്ട്രീയം പറഞ്ഞു വേണ്ടി വന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. അതൊരു ദുർവ്യാഖ്യാനമാണ്. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചും ഇപ്പോൾ ചർച്ച വന്നിട്ടില്ല. ഓക്കെ, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പൂർണ്ണ സജ്ജമാണ് മണ്ഡലത്തിൽ. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് CPM നേതാവായിട്ടുള്ള എളമരം കരീം നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അറുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, റിപ്പോർട്ടർ നിലമ്പൂർ.